സംസ്ഥാനത്തെ റോഡ് അപകടങ്ങൾ കൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ തന്നെ 2 പേരാണ് തൃശ്ശൂരും കോഴിക്കോടുമായിട്ട് ബസ് ഇടിച്ച് മരിച്ചത്. ഇന്ന് പേരാമ്പ്രയിൽ നാട്ടുകാരിറങ്ങി ബസ് തടയുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്താണ് അതിനകത്ത് സർക്കാർ ചെയ്യാൻ പറ്റുന്നത്? അല്ല, പൊതുവെ സ്വകാര്യ ബസ്സുകളുടെ വേഗത ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ ചർച്ച ചെയ്തതാണ്. റോഡുകളുടെ കാര്യമാണെങ്കിൽ റോഡുകൾ നല്ല നിലയിൽ പരിപാലിക്കണമെന്നുള്ള അതിൻ്റെ ഭാഗമായി വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ എടുത്ത് അതാത് ജില്ലകളിൽ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകി മുന്നോട്ട് പോകുന്നതാണ്. എവിടെയെങ്കിലും അതിൻ്റെ ഭാഗമായി പാളിച്ചയുണ്ടെങ്കിൽ ഏത് പരാതി വന്നാലും ആ പരാതി സ്വീകരിച്ച് ആ പരാതിയിൽ തെറ്റ് കണ്ടാൽ നടപടിയെടുത്തു പോകുന്നൊരു സമീപനമാണ് പൊതുവെ സർക്കാരിനുള്ളത്. മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ ഈ കോഴിക്കോട് വടകര റൂട്ടിലെ പ്രശ്നം, അവിടെ കുഴികൾ ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ തലവനെ തന്നെ വിളിച്ചു വരുത്തി വളരെ ഗൗരവമായി അത് പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞു. ജില്ലാ കലക്ടറെ പ്രത്യേക നിർദ്ദേശം നൽകിയൊരു യോഗം നടത്തി അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താൻ പറഞ്ഞു. ഇതിനു പുറമെ എല്ലാ മാസാവസാനത്തെ ശനിയാഴ്ചയിൽ നടക്കുന്ന ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി DDC, കലക്ടർ ചെയർമാനായ DDCയിൽ ഈ ജില്ലയിലെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ MLA എല്ലാ MLAമാരും ഉണ്ടായിരുന്നു. ഈ വിഷയം ആദ്യം തന്നെ എടുത്തൊരു അജണ്ടയാക്കി ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ ഇടപെടാൻ പറഞ്ഞിരുന്നു.